ന്യൂസ് ആരംഭിക്കുകയാണ്. തൃശൂർ വാടാനപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കിറ്റ് വിതരണം ചെയ്ത സംഭവത്തിൽ കേസെടുത്തു. ഗോഡൌൺ ഉടമയ്ക്കും ഓർഡർ നൽകിയ വ്യക്തിക്കുമെതിരെയാണ് കേസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാടാനപ്പള്ളി പോലീസിന് നൽകിയ പരാതിയെ തുടർന്നാണ് കേസ്. നാടിനു വേണ്ടി പ്രവർത്തിച്ചാൽ അത് ലോകത്തിന് ആകെ ഗുണം ചെയ്യുമെന്ന് RSS സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. ഭാരതീയ സംസ്കാരത്തിന് അനുകൂലമായ അന്തരീക്ഷമല്ല പുറത്തുള്ളത്. മയക്കുമരുന്ന് ഉപയോഗം ഉൾപ്പെടെ കൂടി. ഇത് കുടുംബത്തെ മാത്രമല്ല നാടിനെ ആകെ നശിപ്പിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിന്റെ 5ാം പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പുറത്തിറക്കി. 2021 പ്രകടന പത്രികയിലെ പ്രഖ്യാപനങ്ങളിൽ 97% പൂർത്തിയാക്കിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. റിപ്പോർട്ട് CPI സംസ്ഥാന കൗൺസിൽ അംഗം CN ചന്ദ്രൻ കൈമാറി. കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഉപമുഖ്യമന്ത്രി പദവും 6 മന്ത്രിമാരും മുസ്ലിം ലീഗിനുണ്ടാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇക്കാര്യത്തിൽ യഥാർത്ഥ ഡീൽ കോൺഗ്രസും ലീഗും തമ്മിലാണ്. കോൺഗ്രസിന്റെ ഇന്ദിരാ ഗ്യാരണ്ടി വ്യാജ ഗ്യാരണ്ടിയാണെന്നും തെലങ്കാനയിൽ ഇതേ ഗ്യാരണ്ടി നൽകി ജനങ്ങളെ പറ്റിച്ചുവെന്നും രാജീവ് ചന്ദ്രശേഖറിന്റെ ആരോപണം. കാസർകോട്ടെ LDF സ്ഥാനാർത്ഥിക്ക് എതിരായ മുനാഫിക് വിവാദത്തിൽ ലീഗ് വനിതാ നേതാവിനും നേതൃത്വത്തിനും എതിരെ സമസ്തയിൽ എതിർപ്പ് ശക്തമാകുന്നു. വനിതാ ലീഗ് നേതാവ് ആയിഷത്ത് ഫർഹാനെയാണ് പ്രചരണത്തിനിടെ സ്ഥാനാർത്ഥിക്കെതിരെ കപട മതവിശ്വാസി എന്ന പ്രയോഗം നടത്തിയത്. വിശ്വാസിയായ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂറിനെ മുനാഫിക് എന്ന് വിളിച്ചത് ഗൗരവതരമെന്ന് കുമ്പോൾ സെയ്ദ് അലി തങ്ങൾ നിലപാട് അറിയിച്ചു. സ്വീകരണ പര്യടനത്തിനിടെ കൊട്ടാരക്കരയിലെ UDF സ്ഥാനാർത്ഥി ഐഷ പോറ്റിയെ അസഭ്യം വിളിച്ചെന്ന് പരാതി. 2 CPM പ്രവർത്തകർക്കെതിരെ കേസ്. കുഴിമതിക്കാട് സ്വദേശി പ്രസാദ്, ചൂരപ്പൊയ്ക സ്വദേശി സതീഷ് എന്നിവർക്കെതിരെയാണ് കേസ്. വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് എഴുകോൺ പോലീസ് കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിച്ചത് അടക്കമുള്ള വകുപ്പുകൾ ഇരുവർക്കും മേൽ ചുമത്തിയിട്ടുണ്ട്. അമേരിക്കയ്ക്കുള്ള തിരിച്ചടി കനത്തതായിരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസ്ത്രത്തോട് ഇറാന്റെ പ്രതികരണം. ഹോർമൂസ് കടലിടുക്ക് തുറന്നുകൊടുക്കണമെന്ന തന്റെ അന്ത്യശാസ്ത്രം ഇറാൻ ലംഘിച്ചാൽ ആ രാജ്യത്തെ വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പ്രസിഡന്റ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ട്രംപ് ഈ മുന്നറിയിപ്പ് നൽകിയത്. വയനാട് തുരങ്കപാത നിർമ്മാണത്തിനെതിരെ പ്രകൃതി സംരക്ഷണ സമിതി നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. തുരങ്കപാത പ്രധാനപ്പെട്ടതെന്നും സംസ്ഥാനത്തിന്റെ ജീവനാഡിയെന്നും കോടതിയുടെ നിരീക്ഷണം. നിർമ്മാണത്തിനുള്ള നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ ചെന്നൈ ഗ്രീൻ ട്രിബ്യൂണലിനെ സമീപിക്കാമെന്ന് കോടതിയുടെ നിർദ്ദേശം. പാലക്കാട് നഗരസഭ കോൺഗ്രസ് കൗൺസിലർക്ക് എതിരായ പീഡനക്കേസിൽ പ്രതി പ്രക്ഷോഭിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 16 മാറ്റി. മണ്ണാർക്കാട് ACST കോടതി അതിജീവിതയുടെ വാദം കേൾക്കും. അതേസമയം പ്രതി പ്രക്ഷോഭ് ഇപ്പോഴും ഒളിവിലാണ്. IPL ഇന്നത്തെ മത്സരം കൊൽക്കത്തയും പഞ്ചാബും തമ്മിലാണ്. രാത്രി 7:30 മുതൽ കൊൽക്കത്ത ഈഡൻ ഗാർഡനിലാണ് മത്സരം. 2 മത്സരങ്ങളിലും ജയിച്ച് പട്ടികയിൽ 4ാം സ്ഥാനത്താണ് പഞ്ചാബ്. കളിച്ച 2 കളികളും തോറ്റ് 9ാം സ്ഥാനത്താണ് കൊൽക്കത്ത. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.